വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. CP ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ സർക്കാരിന്റെ ഒന്നാമത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആശാപ്രവർത്തകരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ജീവനക്കാർക്കും പാചക തൊഴിലാളികൾക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചൊരു ധവളപത്രം ഇറക്കും എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. തുടക്കം മിന്നിച്ചോ? ഈ ചർച്ചയിൽ സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ MN കാരശ്ശേരി, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജിൻഡോ ജോൺ, CPIM-നെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP-യെ പ്രതിനിധീകരിച്ച് ശ്രീ PR ശിവശങ്കർ എന്നിവർ പങ്കെടുക്കുന്നു. സാധാരണ നിലയിലുള്ള ചർച്ചയിൽ നിന്നൊരു റോൾ റിവേഴ്സൽ ഉണ്ട്. സാധാരണ നിലയിൽ അരുൺകുമാർ ഡിഫൻഡറും ജിൻഡോ ജോൺ അറ്റാക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന ആളുമാണെങ്കിൽ ഇതിന്ന് നേരെ തിരിയാണ്. ഇന്ന് മുതൽ നേരെ തിരിയാണ്. അരുൺകുമാർ ഇനി അറ്റാക്ക് ചെയ്യും, ജിൻഡോ ജോൺ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കും. നമ്മുടെ ലയണൽ മെസ്സിയും നിക്കളസ് അട്ടോമൻഡിയും അവരുടെ പൊസിഷൻസ് വെച്ച് മാറുന്ന പോലെയാണ്. അപ്പോൾ ഇനി പതിവ് പോലെ ഞാൻ റഫറി ആയിരിക്കും. 5 വർഷം എങ്ങനെ പോകുമെന്ന് നോക്കാം. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജിൻഡോ ജോൺ പറയുന്നത് ചെയ്യും എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആശാ പ്രവർത്തകർക്ക് പ്രതിമാസം 21,000 രൂപ ഓണറേറിയം കൊടുക്കണം എന്നുള്ളതായിരുന്നു ആ ചർച്ച നടക്കുമ്പോൾ താങ്കൾ അടക്കമുള്ള മുഴുവൻ ആളുകളും എടുത്തിട്ടുള്ള നിലപാട്. പ്രതിദിനം 700 രൂപ കണക്കിൽ 21,000 രൂപ ഓണറേറിയം. അപ്പോൾ പറഞ്ഞത് നടപ്പാക്കുമെങ്കിൽ 3000 രൂപയല്ലല്ലോ കൂട്ടേണ്ടത്. 3000 എന്ന് പറഞ്ഞാൽ 2000 രൂപ രണ്ടാം പിണറായി സർക്കാർ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. 3000 രൂപ കൂട്ടുക എന്നുള്ളത് വാക്കുപാലിക്കലാണോ? അഭിലാഷേ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ്. കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. മറ്റു പല സാഹചര്യങ്ങളും എല്ലാം നമ്മൾ പരിശോധിച്ചു വരുന്നു. പക്ഷേ ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനത്തോടെ വേണം തുടങ്ങാൻ എന്നുള്ളത് കൊണ്ടാണ്, ആ കാഴ്ചപ്പാടിൻ്റെ ബലത്തിലാണ് ആശാ വർക്കർമാരുടെ ഓണറേറിയം 3000 വർദ്ധിപ്പിക്കുന്നത്. ഇപ്പം മൊത്തം 12,000 രൂപയായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നു കേരളത്തിലെ ആശാ വർക്കർമാരുടെ പ്രതിദിന ഓണറേറിയം 700 രൂപയെങ്കിലും ആക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടത്തി ബാക്കി കൂട്ടേണ്ട തുക കൂടി കൂട്ടിക്കൊടുത്തുകൊണ്ടായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ വാക്കാണ്, ഞങ്ങളത് പാലിക്കുമെന്നേ. ആശാ വർക്കർമാരെ ഇതിൽ ഇനി എന്തെങ്കിലും വീഴ്ച വന്നാൽ പോലും അവരെ പാട്ടപ്പിരിവുകാരെന്നും അല്ലെങ്കിൽ സാംക്രമിക കീടങ്ങളെന്നും വിളിച്ച് ആക്ഷേപിക്കില്ല. പെരുമഴയത്ത് കെട്ടിവെച്ച ടാർപോളിൻ ഷീറ്റ് വെട്ടിക്കേറി മഴ നനയാൻ വിട്ടുകൊടുക്കില്ല. പോലീസ് പിടിച്ച് കൊല്ലാൻ നോക്കില്ല. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിൻ്റെ ആദ്യത്തെ ചുവടാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. ശരി, ശ്രീ അരുൺകുമാർ, ആശമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സമരം നടത്തിയ സംഘടന അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച് ഉടനെ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കുന്നു എന്നല്ല അതിനർത്ഥം. അംഗൻവാടി വർക്കർമാർ അടക്കമുള്ള ആളുകൾക്ക്, ഹെൽപ്പർമാർ അടക്കമുള്ള ആളുകൾക്ക് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ പോവുകയാണ്. അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. എങ്ങനെയുണ്ട് തുടക്കം? ഗംഭീരമല്ലേ? അല്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രതീക്ഷിച്ചിരുന്നത്? കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നോ പ്രതിപക്ഷ നേതാവും അതുപോലെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കോൺഗ്രസ് സുഹൃത്തുക്കളുമെല്ലാം പറഞ്ഞു തുടങ്ങിയിരുന്നത്? ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കും എന്നാ പറഞ്ഞത്. ഒരു വാചകത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഞങ്ങളുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കേഴ്സിന് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കും ഓണറേറിയം എന്ന് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശൻ പ്രസ്താവിച്ചത്.
ഒരു മാറ്റമില്ലല്ലോ. നിങ്ങളുടെ ആർക്കൈവ് എടുത്ത് പരിശോധിച്ചാൽ ആ വാചകങ്ങൾ കൃത്യമായി വീഡിയോ ഉണ്ടാകും, ഒരു സംശയമില്ല. വന്ന് ഞങ്ങൾ പരിശോധിച്ച് ആദ്യം കുറച്ച്, രണ്ടാമത് കുറച്ച്, മൂന്നാമത് കുറച്ച്, അങ്ങനെ 21 ആകുമെന്നല്ലല്ലോ. മറിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാ ഊന്നി പറഞ്ഞേ. പക്ഷെ ഞങ്ങൾ ഏതായാലും ഇപ്പോൾ ഒരു വിമർശനത്തിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ സൂക്ഷ്മമായിട്ട് ഇത് പരിശോധിച്ചുകൊണ്ടും ഇതിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടും ഇരിക്കുക തന്നെയാണ്. കാരണം പ്രവർത്തിക്കട്ടെ. പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, ബജറ്റ് വരും, ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകും. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ചില മാറ്റങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. 3 ദിവസം മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില 3 രൂപ വീതം വർദ്ധിച്ചു. ആ വർദ്ധിച്ച ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രതികരണം? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ പരിശോധിക്കട്ടെ. പക്ഷെ കഴിഞ്ഞ 5 വർഷവും ഇദ്ദേഹം പറഞ്ഞത്, സംസ്ഥാനം നികുതി ഇളവ് കൊടുക്കണം, സംസ്ഥാന വിഹിതം വെട്ടിക്കുറവ് വരുത്തണം, ജനങ്ങൾക്ക് അതിന്റെ യാതൊരു തരത്തിലുള്ള ഒരു ദുരന്താവസ്ഥയും ഉണ്ടാക്കാൻ പാടില്ല, സാമ്പത്തിക ഭാരം ഉണ്ടാകാൻ പാടില്ല എന്ന് ഒറ്റയടിക്ക് തുറന്നു പറഞ്ഞ ആദ്യമേ അത്തരത്തിൽ പ്രസ്താവന നടത്തിയ ആള് പറഞ്ഞു, ഞാൻ പഠിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ശരിയാ, പഠിച്ചോട്ടെ. അതേപോലെ രണ്ടാമത് പറഞ്ഞു, ഗവൺമെന്റുകൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയല്ലേ, വികസന പ്രവർത്തനങ്ങൾ തുടരുമോ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, ഞങ്ങൾ പഠിച്ചു നോക്കട്ടെ. പഠിച്ചോട്ടെ. തുരങ്കപാതയെ ഞങ്ങൾ എതിർക്കും, തീരദേശ ഹൈവേ ഞങ്ങൾ അനുവദിക്കില്ല, മലയോര ഹൈവേ ഞങ്ങൾ അനുവദിക്കില്ല, ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് കമ്മീഷൻ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി വിചാരിക്കേണ്ട. വിഴിഞ്ഞത്തൊരു കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വരില്ല എന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ ഗവൺമെന്റുകളുടെ തുടർച്ചയല്ലേ, ഞാനൊന്ന് പഠിക്കട്ടെ, പരിശോധിക്കട്ടെ, ഞങ്ങൾ അനുവദിക്കുക, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല, പഠിച്ചോട്ടെ, പരിശോധിച്ചോട്ടെ, വിലയിരുത്തിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലുമെല്ലാം പല വാഗ്ദാനങ്ങൾ പറയുകയാണല്ലോ. ആയിക്കോട്ടെ, ഞങ്ങൾ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ഇതെല്ലാം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും കേരളത്തിൽ തുടക്കം കുറിച്ച ഒരു വികസന വിപ്ലവമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ മുന്നേറ്റമുണ്ട്, സാമൂഹ്യ സുരക്ഷയുടെ വലിയ മുന്നേറ്റമുണ്ട്. ഇതിലൊന്നും ഒരു പോറൽ വരാൻ അനുവദിക്കാതെ, പോറൽ വരുത്താതെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ ഇത് നിരീക്ഷിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. ഇടപെടേണ്ട സമയത്ത് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ്. ഷെമ്മൻ കാരശ്ശേരി, ഇതേപോലെ അധികാരത്തിൽ വന്നൊരു UDF സർക്കാരുണ്ട് 2001-ൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം തന്നെ ആ ചരിത്രം ഓർമ്മിപ്പിക്കുകയുണ്ടായി. അന്നത്തെയും ഇന്നത്തെയും ഒരു സിമിലാരിറ്റി ഞാൻ കാണുന്നത്, അന്ന് 2001-ൽ AK ആന്റണി അധികാരത്തിലെത്തിയപ്പോൾ, 100 സീറ്റോടെ അധികാരത്തിലെത്തിയപ്പോൾ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചൊരു ധവളപത്രം പുറപ്പെടുവിച്ചു. ഇന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ധവളപത്രം പുറപ്പെടുവിച്ചു. പിന്നാലെ മുഖ്യമന്ത്രി AK ആന്റണി മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും എന്ന് ജനങ്ങളോട് പറഞ്ഞു. കർശനമായ വരവ് ചെലവ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സർക്കാർ ജീവനക്കാർ സമരത്തിലേക്ക് പോയി. ചരിത്രം അറിയാലോ, 2004-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി, AK ആന്റണി രാജിവെച്ചു തുടങ്ങി, അങ്ങനെ ആ ചരിത്രം പോകുന്നു. ഇവിടെ സാമ്പത്തിക സ്ഥിതി മോശമാണല്ലോ എന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കാം എന്നുള്ളതിനപ്പുറത്ത് ജനം വല്ലാതെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അത് ഈ മാന്ത്രിക വടി വീശി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊന്നുമല്ല, പറഞ്ഞ കാര്യം ഡെലിവർ ചെയ്യണം എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം ഡെലിവർ ചെയ്യും VD സതീശന്റെ സർക്കാർ. അതിന്റെ ആദ്യത്തെ സൂചന ഇന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അഭിലാഷ്, അപ്പോൾ അവർ അധികാരത്തിൽ വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല, ഒരു പകല് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 2 കാര്യം അവർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് എല്ലാ മലയാളികൾക്കും വലിയ ആശ്വാസമായി. കാരണം പ്രവർത്തകരെ അവർ മറന്നുപോയില്ല. പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആന്റണി നേരത്തെ തന്നെ തൻ്റെ പിൻഗാമി VD സതീശൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും, വലിയ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്, അങ്ങനെ പറയരുത് എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കി എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം സഭയ്ക്കകത്തും പുറത്തുമുള്ള സതീശൻ്റെ പ്രസംഗങ്ങൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റുള്ളവരുടെയും അതിൽ പ്രതീക്ഷ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരു കാര്യം ഗ്രൂപ്പ് പ്രവർത്തനമാണ്. ആ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് അതീതമായി അതിനെ വകവെക്കാതെ 5 കൊല്ലം പൊതുവിൽ UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും കൊണ്ടു നടക്കാൻ സാധിക്കും എന്ന് സതീശൻ തെളിയിച്ചു. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഈ ഗ്രൂപ്പ് വഴക്കുകളുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം ആ അളവിലുള്ള ഒരു വിശ്വാസം UDFനകത്തും പുറത്തും നിഷ്പക്ഷന്മാരായ, പാർട്ടി ഇല്ലാത്ത, പാർട്ടിക്കൂറ് എന്നുള്ള അടിമത്തമില്ലാത്ത ആളുകളുടെ ഇടയ്ക്കും
LDF പ്രവർത്തകരുടെ ഇടയ്ക്കും അദ്ദേഹം വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഫലം കാണിച്ചത്. അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ CPM വിമതന്മാർ ജയിക്കാന്ന് പറഞ്ഞാൽ CPMകാർ കൂടി വോട്ട് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അവർ കണ്ട ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും സതീശനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ അവർ പണ്ടില്ലാത്ത അളവിൽ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുണ്ട് എന്നാണ് ഈ റിസൾട്ട് തെളിയിച്ചത്. അതുകൊണ്ട് പ്രതീക്ഷയുടെ ഭാരം തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനുണ്ട്. ഞാൻ അവർക്ക് എല്ലാ നല്ലതും ആശംസിക്കുന്നു. ഒക്കെ നന്നായി വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒക്കെ നന്നായി വരട്ടെ, അതാണ് കേരളത്തിന്റെ മുഴുവൻ ആശംസയും. എല്ലാം നന്നായി വരട്ടെ. ഇന്ന് സർക്കാരിന്റെ ആദ്യത്തെ ദിവസമാണ്. ശ്രീ PR ശിവശങ്കർ, പക്ഷേ അത്ര സുഖകരമായ സാമ്പത്തിക കാലാവസ്ഥയല്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും ഒടുവിലത്തെ ധനകാര്യ കമ്മീഷൻ തീരുമാനമനുസരിച്ച് തൊട്ട് മുമ്പുള്ള 5 വർഷത്തേക്കാൾ കുറച്ച് മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ വിഹിതം, ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള റവന്യൂ വിഹിതം എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും സർക്കാരിന് ധനഞെരുക്കമുണ്ട്. കടമെടുക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. ഓഫ് ബജറ്റ് ബോറോവിംഗ് വിലക്കിയിട്ടുണ്ട്. കൈ അയച്ച് ഇടപെടാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്. അവർക്ക് അവരുടെ പ്രോമിസുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന പ്രശ്നമുള്ളത്. കേന്ദ്രം വരിഞ്ഞു മുറുക്കുമോ അതോ കുറച്ച് അയച്ചു കൊടുക്കുമോ? അഭിലാഷിൻ്റെ ചോദ്യം സമ്പൂർണ്ണമായും ഒരു സാമ്പത്തിക ഒരു വിദഗ്ധനോട് ചോദിക്കുന്ന പോലെയാണ് എന്നോട് ചോദിച്ചത്. നിർഭാഗ്യവശാൽ താങ്കൾ ആവശ്യപ്പെടുന്ന പോലൊരു ഉത്തരം പറയാനുള്ള ഡാറ്റ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം. ആദ്യമായി ഈ സർക്കാരിനെ ഒരു രാഷ്ട്രീയമായ ആയസ്സും അതുപോലെ തന്നെ സാമ്പത്തികമായ ആരോഗ്യവും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ഉന്മത്താവസ്ഥ ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയും ഞാൻ ആദ്യമായി നേരുകയാണ്. 2, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു പ്രായോഗികമായി കടക്കുകയാണെങ്കിൽ, നേരത്തെ കാരിശ്ശേരി മാഷ് പറഞ്ഞതിൻ്റെ ഒരു തെറ്റ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തെ VD സതീശന് ഇവിടുത്തെ കേരളത്തിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ എല്ലാവരും വലിയ ഒരു പിന്തുണ നൽകി എന്നത് അദ്ദേഹം പറയുന്നുണ്ടായി. എനിക്കത് രാഷ്ട്രീയമായി ശരിയാണെന്ന് തോന്നുന്നില്ല. അത് നേരത്തെ അരുണെല്ലാം സൂചിപ്പിച്ചതുപോലെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 1000 രൂപ വിദ്യാർത്ഥികൾക്കും അതുപോലെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ സാമ്പത്തികമായി നൽകും എന്നുള്ള, സംരംഭങ്ങൾ തുടങ്ങുവാനുമൊക്കെ നൽകുമെന്നുള്ള വലിയ ഒരു പ്രസ്താവനയുടെയൊക്കെ ഭാഗമായിട്ടാണ് അവർ നൽകിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള വലിയ ജനവിധി കൂടിയാണ്. അല്ലാതെ ഒരു വ്യക്തിക്കുള്ള ഒരു രാഷ്ട്രീയമായ തീരുമാനമായി ഇതിനെ കണക്കാക്കരുത് എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷം കേട്ടോ, ഒരു വ്യക്തിക്ക് അത്രയും പിന്തുണ കിട്ടുന്നതിൽ സന്തോഷം. അപ്പോൾ മൂന്നാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചതിലേക്ക് അടുത്ത പടിയായിട്ട് കടക്കുവാണെങ്കിൽ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു ദിവസം പോലും ആയിട്ടുള്ള മണിക്കൂറുകൾ, അതിനത്തെ ഒരു പ്രഖ്യാപനത്തെ മാത്രം വെച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ തുടർ പ്രവർത്തനത്തെ ജഡ്ജ് ചെയ്യുന്നതിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു തുടക്കത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കിലോ അരിയിൽ വേന്തോ നോക്കുവാൻ 1 മണി അരി മാത്രം എടുത്ത് ഞെക്കി നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ തീരുമാനങ്ങളിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് പ്രധാനമായും 2 കാര്യങ്ങളാണ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഒന്ന്, ക്ഷേമ പദ്ധതികൾ യൂണിവേഴ്സലായി നടക്കുവാനുള്ളതല്ല, മറിച്ച് ഇത്തരം ക്ഷേമ പദ്ധതികൾ അത് ഇവിടുത്തെ പെൻഷനായാലും മറ്റുള്ള സാമ്പത്തികമായ സഹായങ്ങളായാലും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ജാതി വിഭാഗത്തിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഭാഗങ്ങൾക്കോ അവർ സാമ്പത്തികമായി എന്തെങ്കിലും അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ, അത് ചരിത്രപരമായ കാരണങ്ങളായാലും മറ്റു കാരണങ്ങളായാലും അവർക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ. അത് മറിച്ച് ഇവിടെ യൂണിവേഴ്സലായി സാർവത്രികമായി ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് നിരന്തരമായി കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ കോവിഡ് അനന്തര കാലഘട്ടത്തിലും പറഞ്ഞിരുന്ന ഫ്രണ്ട് ലോഡ് എക്കണോമി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള ഒരു പൊളിഞ്ഞ സാമ്പത്തികാവസ്ഥയുടെ, മറ്റ് രാജ്യങ്ങളിലെല്ലാം അമ്പേ തകർന്ന ഫ്രണ്ട് ലോഡ് എക്കണോമി സംവിധാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങൾ നമുക്കറിയാം, കർണാടകയിലെല്ലാം അത് തകർന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ. അവിടെ ഇപ്പോൾ KSRTCയിൽ ഫ്രീ ആയിട്ട് നൽകിയതിന് മറ്റ് പ്രൈവറ്റ് ബസ്സുകളടക്കമുള്ള സമരത്തിൽ അവിടുത്തെ KSRTCക്ക് വലിയ നഷ്ടം. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ.
നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമെന്ന രീതിയിൽ ഇതിനെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും പോക്ക് ശരിയായ ദിശയിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായി ഇതിൻ്റെ ദിശാസൂചിക അത്ര ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം എക്കണോമി, കാരണം കേരളത്തിൻ്റെ കടബാധ്യത നമുക്കറിയാം, കടബാധ്യതയാണെങ്കിൽ 4.5 ലക്ഷം കൂടിയെന്ന് ബഡ്ജറ്റിൽ പറയുന്നു, അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഇവിടുത്തെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അത് 40% GST ഇതും. താങ്കൾ നേരത്തെ ചോദിച്ചതിലേക്ക് 1 മിനിറ്റ് കൂടി ഞാൻ എടുത്ത് കടക്കുന്നു. മദ്യം ഏതാണ്ട് 15%, ലോട്ടറി 5%, കേന്ദ്ര ഗ്രാന്റ് 25-30%. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ ഇവിടുത്തെ ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് പോലെ മാത്രമേ കേന്ദ്രത്തിന് നൽകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പദ്ധതികൾ കൃത്യമായി അവതരിപ്പിക്കുകയും അതിൻ്റെ കണക്കുകൾ നൽകുകയും ചെയ്താൽ പൂർണ്ണമായും ഗ്രാൻറ്റുകൾ കിട്ടും. അതിന് സംസ്ഥാനത്തെ മന്ത്രിമാരോടും MP-മാരോടും കൂടി തന്നെ BJP-യുടെ സംസ്ഥാന ഘടകവും ഈ ഗ്രാൻറ്റ് ലഭിക്കുവാൻ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ വാക്ക് നൽകുന്നു. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ജനങ്ങളുടെ എല്ലാ വിഹിതങ്ങളും നേടിയെടുക്കാൻ ഞങ്ങൾ മുൻപന്തിയിലാണ്. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇവിടെ ശ്രീ PR ശിവശങ്കർ നൽകിയ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് യൂണിവേഴ്സലായി KSRTC-യിലെ സൗജന്യ യാത്ര വേണ്ട, ടാർഗറ്റഡ് ഗ്രൂപ്പ്സിന് മതി, ഇത്ര വരുമാനത്തിൽ താഴെയുള്ള ആളുകൾക്ക് മതി എന്ന് തീരുമാനിച്ചാൽ വലിയ പ്രതിഷേധം ഉണ്ടാവും കേട്ടോ. കാരണം ജനങ്ങൾ അത്രയും സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായ യാത്ര എന്ന പ്രതീക്ഷ തന്നെയാണ് UDF-ന് വോട്ട് ചെയ്തത്. ആ പ്രതീക്ഷ അവർ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അവരോട് ധനയാഥാർത്ഥ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ ധനസഹായം, പ്രതിമാസ സഹായം, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ വായ്പാ സഹായം, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ക്ഷേമ പെൻഷനുകൾ. LDF-നെ സംബന്ധിച്ച് LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2000 രൂപ ക്ഷേമ പെൻഷൻ ഞങ്ങൾ വീട്ടിലെത്തിച്ചില്ലേ എന്നുള്ളതായിരുന്നു. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കുമെന്നുള്ളതാണ് UDF-ന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതൊക്കെ എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ പണ്ട് അമിത്ഷാ പറഞ്ഞതുപോലെ ചുനാവി ജുംലയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പലതും പറയും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അഭിലാഷേ, ഞങ്ങൾക്ക് ഈ രാത്രി ഒന്ന് നേരം തരുമോ പറ്റൂ? ഞങ്ങളൊന്ന് തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ സമയബന്ധിതമായിട്ട് പരമാവധി വേഗത്തിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചിട്ട് കുറേ കൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം എല്ലാം മൂടി വെച്ച, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കൃത്യമായി പഠനങ്ങൾ നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്ന് വെച്ചാൽ UDF പ്രഖ്യാപിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കില്ലെന്നല്ല, അത് എത്രയും വേഗത്തിൽ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുമെന്നാണ്. അത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും, ചെറുപ്പക്കാർക്ക് 5 ലക്ഷത്തിൻ്റെ പലിശരഹിത ലോൺ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന കാര്യത്തിലായാലും, ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ എത്രയും വേഗത്തിൽ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ഉറപ്പാണ്. അത് മുന്നോട്ട് പോകും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, BJP-യുടെ പ്രതിനിധി ശ്രീ ശിവശങ്കർ പറയുന്നത് സാർവത്രികമായിട്ട് ക്ഷേമം കൊടുക്കേണ്ട, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്താൽ മതി എന്നുള്ള ആ രീതിയിലുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നെ തിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഈ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ KSRTC ബസ്സിൽ കയറി കഴിഞ്ഞ 15-ാം തീയതി കുറേ സമരം നടത്തിയല്ലോ. അവർ സാർവത്രികമായിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടണമെന്നാണോ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ടിക്കറ്റ് കിട്ടണമെന്നാണോ, എന്ത് പറഞ്ഞിട്ടാണ് നടത്തിയത്? അപ്പോൾ കൃത്യമായി BJP-ക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ BJP-യുടെ ഉപദേശം ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളൊക്കെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയുന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ഞാൻ വിചാരിക്കുന്നു. എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം അഭിലാഷ്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ. നിതിൻ ഗഡ്കരിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്താവന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരില്ല. അപ്പോൾ ഞങ്ങളിത് പഠിച്ച് വേണ്ടത്ര പഠനങ്ങൾ നടത്തി ഞങ്ങൾ നടത്തിക്കോളാം. BJP-കാരുടെ സഹായം തൽക്കാലം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, ആശാ വർക്കർമാരുടെ 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ച് ഇപ്പോൾ 12,000 എന്നുള്ള പ്രഖ്യാപനത്തിൽ എത്തുമ്പോൾ എനിക്ക് CPM-കാരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. മുൻപൊക്കെ ചർച്ചകളിൽ ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നിലവിൽ ഓണറേറിയം 12,000 മുതൽ 17,000 വരെ കൈപ്പറ്റുന്ന ആളുകളുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് 17,000 കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇപ്പോൾ 20,000-ന് മേലേക്കാകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ പാകത്തിൽ നിങ്ങളെ എത്തിച്ചത് എന്ത് ഒക്കെ കാര്യങ്ങളാണെന്നൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞങ്ങളെ വിമർശിച്ചോ, ഞങ്ങളെ കറക്റ്റ് ചെയ്യണം, ഞങ്ങളെ തിരുത്തണം, ഞങ്ങൾക്ക് കുറേ കൂടി മെച്ചപ്പെടാനുണ്ട് എന്ന് തോന്നുന്ന മേഖലയിൽ ഞങ്ങൾ നിങ്ങളുടെ ഉപദേശം കൂടി സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ പാചക തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യം, അംഗൻവാടി വർക്കേഴ്സിൻ്റെ, ഈ പാചക തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവ് ഞാൻ മനസ്സിലാക്കുന്നത് KP രാജേന്ദ്രൻ, മുൻ മന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി സമരം ചെയ്തിട്ടുണ്ട് ഒരു 3-4 മാസം മുമ്പ്.
ശമ്പള കുടിശ്ശിക ഉണ്ടെന്നും പറഞ്ഞിട്ട്. അതൊക്കെ പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് ഇനി KSRTCയിലെ സൗജന്യ യാത്ര ജൂൺ 15 തുടങ്ങാൻ പോകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെയിറ്റ് ചെയ്യും, ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നതെന്നുള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള ഒരു സമയം എന്താ, ശ്വാസമെടുക്കാനുള്ള ഒരു സമയമെങ്കിലും ഉണ്ടല്ലോ. പിന്നെ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആദ്യത്തെ യോഗത്തിൽ 21,000 രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ എവിഡൻസ് അരുൺകുമാറിന് ഈ ചർച്ചയിൽ കാണിക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ക്യാബിനറ്റ് യോഗത്തിൽ 21,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസ് കാണിക്കാൻ പറ്റുമോ? ആശാ വർക്കർമാർക്ക് 21,000 രൂപ എന്നുള്ള അവരുടെ ആവശ്യം കാലികമാണ്. ഡെയിലി കുറഞ്ഞത് 700 രൂപയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും, അത് കൊടുത്തിരിക്കും എന്നുള്ളതാണ്. ആദ്യത്തെ യോഗത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ ഒന്ന് പെടുത്തണം എവിടെയാണുള്ളതെന്ന്. പിന്നെ നിങ്ങൾ നടത്തിയ പദ്ധതികളിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. വേണ്ട, നല്ലതിലൊന്നും പോറലേൽക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ട. ആ വയറ്റിൽ കത്രിക തുന്നിക്കെട്ടി വെച്ചെടുക്കുന്ന പരിപാടി അതൊന്നും ഞങ്ങൾ തിരുത്തിക്കോട്ടെ. ആളുകൾക്ക് മരുന്ന് കിട്ടാത്തത്, ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാത്തത്, ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ തിരുത്താൻ ഞങ്ങൾക്ക് കുറച്ച് സമയം തരാമോ? അതൊക്കെ ഞങ്ങളൊന്ന് തിരുത്തിക്കോട്ടെ. നിങ്ങളൊന്ന് സമ്മതിക്കാമോ? ഈ പോറൽ വീഴാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പൊ പലരും പറയുന്നുണ്ട് പഴയ പോലെ ഒന്നുമല്ല, പോലീസിനെതിരെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. 10 വർഷക്കാലം ക്ലിഫ് ഹൗസിൽ ഇസ്തിരി ഇട്ട് വെച്ച വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും ജനാധിപത്യ ബോധമില്ലാത്ത കുറെ ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. അവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ സമരം തുടങ്ങിയിട്ടുണ്ട്. സമരം തുടങ്ങിക്കോ, പക്ഷെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. എങ്ങനെയെങ്കിലും പാവപ്പെട്ട മനുഷ്യർ പണിക്ക് പോയി ജീവിച്ചോട്ടെ. ഞങ്ങൾ ഒരു ഹർത്താൽ പോലും നടത്താതെ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ജനപക്ഷമായിട്ട് നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. നിങ്ങൾ ഹർത്താൽ നടത്തിയ എന്ത് ബഹളം വേണമെങ്കിലും വെച്ചോ, നാട്ടുകാരുടെ മെക്കെട്ട് കയറരുത്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ പാകപ്പഴ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, തിരുത്താവുന്നതാണെങ്കിൽ ഞങ്ങൾ തിരുത്തിക്കോളാം. അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ മാതൃകയിൽ മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്ക് സമയം തരൂ, ഞങ്ങൾക്ക് സമയം. നിങ്ങൾ നന്നാക്കിയിട്ട് നന്നാവാത്ത കാര്യങ്ങൾ ഞങ്ങളൊന്ന് നന്നാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. തീർച്ചയായിട്ടും സർക്കാരിന് സമയം കൊടുക്കണം എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇത് ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ആ പോയിന്റിനോട് യോജിച്ചു. അരുൺകുമാർ, ഇന്ന് അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഈ പദ്ധതികൾക്ക്, പുതിയ സർക്കാരിന്റെ പദ്ധതികൾക്ക് ക്രിയാത്മക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ സമീപനം? ഇവിടെ ചൂണ്ടിക്കാണിച്ച ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള സമരങ്ങളിലേക്ക് പോകുമോ? സമരങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും പോകേണ്ടി വരും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ സമരത്തിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിരിക്കുമോ കൺസ്ട്രക്റ്റീവ് ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, എന്താ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇത്ര സംശയം? ഞാൻ ഏതെങ്കിലും സമരത്തിന് പോകുമെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഹർത്താലിന്റെ കാര്യം ഞാൻ പറഞ്ഞോ? ഏതെങ്കിലും ബന്ദിന്റെ കാര്യം ഞാൻ പറഞ്ഞോ? ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ഇരിക്കും എന്ന വാചകം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ഇരിക്കും എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷമായിരുന്നില്ല കേരളത്തിൽ എന്ന ബോധ്യത്തോടെയാണ്, ഓരോ വാക്കിനും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ പ്രതിനിധി സമരം, ഹർത്താല്, അത് ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നു, അങ്ങ് ഊഹിച്ച് പോകുകയാണ്. അതിനെല്ലാ സ്വാതന്ത്ര്യവും താങ്കൾക്കുണ്ട്, താങ്കൾ അതെല്ലാം പൊയ്ക്കോളൂ. എന്നാൽ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്താണ് എന്ന് വരും കാലങ്ങളിൽ കാണുമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞ വാചകം. പിന്നെ മരപ്പട്ടി, അത് ഇത് ജനാധിപത്യ ബോധം, ഇത്തരത്തിലുള്ള ഉപമയും അതുപോലെ സാഹിത്യരചനയും ഇതൊക്കെ കുറച്ച് നാളായിട്ട് നിങ്ങൾ നടത്തുന്നു. നിങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ അതങ്ങ് പൊലിപ്പിക്കും, വലിയ പ്രാധാന്യം കൊടുക്കും. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാകും. ഇതൊക്കെ കേരളം തിരിച്ചറിയും. ശരി എന്താണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നു. ഏതായാലും അഭിലാഷ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് മുൻപേ ഞാൻ മറ്റൊരു കാര്യം പറയാം. ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് BJPയുടെ പ്രതിനിധി PR ശിവശങ്കരൻ അവസാനം പറഞ്ഞ വാചകം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള വിഹിതവും കിട്ടാനുള്ള വിഹിതവും എല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചു തരാൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ സുപ്രീം കോടതിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ ഒരു കേസുണ്ട്. ഈ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, അതായത് ജനസംഖ്യാ നിയന്ത്രണം അടക്കം മാതൃകാപരമായി ഞങ്ങൾ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന വിഹിതം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ഞങ്ങൾക്ക് കിട്ടിയ നികുതി, മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് എല്ലാം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്ക്, ഒരു ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട വിഹിതം വേണം എന്ന് പറഞ്ഞ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ ഒരു കേസുണ്ട്. ആ കേസിന് UDFന് പിൻവലിക്കാം. എന്താ BJPയുടെ പ്രതിനിധി പറഞ്ഞേ? ഒന്നും പേടിക്കണ്ട, കേന്ദ്ര ഫണ്ടൊക്കെ തരും. കാരണം ഇന്ന് ശശികല ടീച്ചർ ഇട്ട പോസ്റ്റ് ഉണ്ട്.
RV ബാബു ഇട്ട പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റൊക്കെ കാണുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷേ, എന്റെ സമയല്ലേ? അപ്പൊ ഇതൊക്കെ തുടക്കം വളരെ ഗംഭീരമാണെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. എല്ലാ കേന്ദ്ര ഫണ്ടും ഒരു സമരവും വേണ്ട, ഒരു ഒച്ചപ്പാടും വേണ്ട, ഒരു കേസും വേണ്ട, അങ്ങ് തന്നിരിക്കുന്നു എന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞ പിന്നെ അഭിലാഷിന് എന്തിനാ ബുദ്ധിമുട്ട്? അഭിലാഷിന് എന്തിനാ അതിനൊരു സംശയം? നമുക്കത് വിശ്വസിക്കാന്ന്. BJPയുടെ സംസ്ഥാന വക്താവ് നമ്മുടെയൊക്കെ സുഹൃത്ത് PR ശിവശങ്കരൻ വന്ന് ചർച്ച പറയുകയാണ്, കേന്ദ്ര ഫണ്ടും തടഞ്ഞു വെച്ചതും ഇതുവരെ നിഷേധിച്ചതും എല്ലാം ഞങ്ങൾ തരും, കാരണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ഗവൺമെന്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് നമുക്കൊക്കെ വിശ്വസിക്കാം, ഒരു ഒബ്ജക്ഷനും ഇല്ല. നമുക്ക് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹൃദത്തോടെ അദ്ദേഹം പറഞ്ഞ വാചകത്തെ സ്വീകരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് കാണാം. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇറ്റ് ഈസ് എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പറയേണ്ട സാഹചര്യം ഈ പ്രതിപക്ഷം ഉണ്ടാക്കില്ല. ഒരിക്കലും പരമ്പരാഗതമായി ഇവിടെ അല്ലെങ്കിൽ ചരിത്രപരമായി ഇവിടെ നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അള്ളുവയ്ക്കാൻ ഞങ്ങൾ പോകില്ല. തുരങ്കപാത വന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് 1.5 മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന, കോഴിക്കോട് ജനങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുന്ന പദ്ധതികൾ എന്തു വന്നാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകില്ല. 2045 കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ച വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടം 2028 ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഞങ്ങൾ ഒരുക്കുമ്പോഴും അത്തരത്തിലുള്ള കേസുകളിൽ അള്ളുവയ്ക്കാനൊന്നും ഞങ്ങൾ പോകില്ല. ഞങ്ങൾ കൃത്യമായി, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് പ്രതിനിധി തെറ്റിദ്ധരിച്ചു. ഞാൻ 3 കാര്യം പറഞ്ഞു. 1, ക്ഷേമ പദ്ധതികൾ. 2, പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം. 3, വൻകിട വികസന പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന വലിയ മുന്നേറ്റം. ഇവയെ തകർക്കുന്ന തരത്തിലുള്ള ഏത് പ്രവർത്തനം വന്നാലും ഞങ്ങൾ അതിൽ ഇടപെടുമെന്നാ പറഞ്ഞേ, അല്ലാതെ ഒരു സമരാഹ്വാനവും ഞങ്ങൾ നടത്തിയില്ല. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി ഒറ്റ കാര്യം അഭിലാഷ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അരമിനിറ്റോട് ഞാൻ അവസാനിപ്പിക്കാം. 2021 തുടക്കമാണോ? അന്ന് എന്തേ പ്രതിപക്ഷ നേതാവ് വരാത്തത്? അന്ന് എന്തിയെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ സത്യപ്രതിജ്ഞയിൽ വരാത്തത്? 2021 ചരിത്രപരമായി ഭരണ തുടർച്ച കിട്ടിയപ്പോ എല്ലാം ബഹിഷ്കരിച്ചു മാറി നിന്ന രീതിയാണോ ഇന്നുണ്ടായത്? ഇന്ന് സഖാവ് പിണറായി വിജയൻ അടക്കം ആ സത്യപ്രതിജ്ഞാ ചടക്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാഷ് അടക്കം പോയിരുന്നത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായതുകൊണ്ടാ, ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടാ. ഇതായിരുന്നു 2021 ഉണ്ടായ. പലതും പറയാറുണ്ട്. നോക്കാം, നമുക്ക് വരട്ടെ, കാണാം. ഒരു ഇടവേള അത്യാവശ്യം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ MN കാരശ്ശേരി, ഭരണത്തെ പോലെ തന്നെ പ്രധാനമാണല്ലോ പ്രതിപക്ഷ പ്രവർത്തനം. നമ്മളൊരു 10 പതിറ്റാണ്ടിന് ശേഷം ഇടതുമുന്നണിയെ പ്രതിപക്ഷത്ത് കാണുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിയാത്മക പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇവിടെ ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് സിഗ്നൽ. ഇന്ന് ആ സത്യപ്രതിജ്ഞാ വേദിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ സർക്കാരിന് അവർ ആശംസ നേർന്നിരിക്കുന്നു, യോജിച്ചു പോകാമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ആദ്യം തന്നെ മുൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷമുണ്ട്. അപ്പോൾ കേരളത്തിൽ പുതിയ സർക്കാരിന് കാര്യങ്ങൾ ട്രാക്കിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ടൈം കിട്ടുകയാണെന്ന് വിചാരിക്കുന്നോ? തീർച്ചയായിട്ടും. എനിക്ക് ശ്രീ പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷൊക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വളരെ അഭിമാനം തോന്നി, സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ കടിച്ചു കീറുക, പരസ്പരം തിന്നാൻ വരിക, ചീത്ത പറയുക, ഇതൊന്നും അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിലും അതിനേതാണ്ട് തുല്യ പ്രാധാന്യമാണ്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ VD സതീശൻ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ട് ക്ഷണിച്ചതും അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചതും MV ഗോവിന്ദൻ മാഷ് വന്നതും ഒക്കെ തീർത്തും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ചേർന്നതാണ്, പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും ചേർന്നതാണ്. അതൊരു കൂട്ടക്ഷരമാണ് എന്ന് ഞാൻ നേരത്തെ ഒരു ലേഖനം എഴുതിയിരുന്നു മാതൃഭൂമിയിൽ. ജനാധിപത്യം എന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നൊരു കൂട്ടക്ഷരമാണ്. അതിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് കണ്ടത്. എനിക്ക് വളരെ മനസ്സ് നിറഞ്ഞു ഇന്ന് ഇത് കണ്ടപ്പോൾ. എന്നെപ്പോലെ അനേക ലക്ഷം മലയാളികൾക്ക് ആ തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെപ്പറ്റി, നമ്മുടെ നേതാക്കന്മാരെ പറ്റി വളരെ സന്തോഷവും അഭിമാനവും അന്തസ്സും തോന്നുന്ന ഒന്നായിത്തീർന്നു ഇന്നത്തെ ആ വേദി. അതിന് ഞാൻ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എല്ലാ മലയാളികൾക്കും വേണ്ടി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും. ഇനി ശ്രീ ശിവശങ്കർ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു വിശദീകരണമാകാം. മുമ്പില്ലാത്ത സഹായം BJPയിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടാവും
എന്നാണ് താങ്കൾ പറഞ്ഞതെന്നാണ് അരുൺകുമാർ പറയുന്നത്. അങ്ങനെയാണോ? കോൺഗ്രസിന്റെ സർക്കാർ CPM-ന്റെ സർക്കാരിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സർക്കാർ ആയിരിക്കുമോ? നിർഭാഗ്യവശാൽ ശ്രീ അരുൺ അദ്ദേഹം പ്രഗത്ഭനായ വക്കീലാണ്. പക്ഷേ നീതി നൽകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് BJP പ്രതിനിധികൾക്ക് ഒരല്പം മോശപ്പെട്ട നീതിയും മറ്റു പലർക്ക് കുറച്ചുകൂടി കടന്ന നീതിയുമാണ് നൽകുന്നത്. അദ്ദേഹം സതീശൻ പോയിട്ട് മുഖ്യമന്ത്രി പോയിട്ട് മുൻ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയാൽ അത് വളരെ ജനാധിപത്യം, അത് കാരശ്ശേരിമാർക്കും അത് ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും പുകഴ്ത്തിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ലാക്കാണ് എന്നതാണ് പറയുന്നത്. ഇത് എനിക്കും മനസ്സിലാവുന്നില്ല, അഭിലാഷം മനസ്സിലായെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിന് ചരിത്രമുണ്ട് കേട്ടോ. കാരണം ഒരു മന്ത്രി, കേരളത്തിലൊരു മന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ പോയതിന് രാഷ്ട്രീയ അയിത്തവും മാധ്യമ വിചാരണയും നേരിട്ട നാട് കൂടിയാണ്. അയാൾ ഇപ്പോഴും ഉണ്ട്. ഈ ക്യാബിനറ്റിലുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ അയിത്തമൊക്കെ കൽപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം എന്തോ അല്ല, ഈ ക്യാബിനറ്റിലുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞതാ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ അതെ 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ക്യാബിനറ്റിലുണ്ട്. അപ്പോൾ അത്തരം ആളുകളെല്ലാം ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോയാൽ തന്നെ വളരെ പാപമാണ്. ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് സർക്കാരിനെയും സഹായിക്കുകയും പോസിറ്റീവായിട്ട് കാണുകയും ചെയ്താൽ മഹത്തരമായ കാര്യം. കാരശ്ശേരി മാഷ് വളരെ നല്ല ഭാഷയിൽ അത് പറഞ്ഞു. അത് ശ്രീ CPM-ൻ്റെ അരുണിന് അത് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഗ്രാൻഡ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെറിയ സംശയം അഭിലാഷനുമായി. ഇനി ഞാൻ എന്തെങ്കിലും ഹോം ഗ്രീൻ കുട്ടിച്ചാത്തായ നമ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിനൊന്നിനുമില്ല. പക്ഷേ സത്യം അങ്ങനെയല്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. നമുക്കറിയാം വേതനം 21,000 രൂപ ആക്കിയാൽ ജിൻഡോ ജോൺ ആക്കുന്നാണ് ഉറപ്പ് പറഞ്ഞേക്കണം. അങ്ങനെയാണ് ഏതാണ്ട് 500 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ സുരക്ഷാ പദ്ധതി കസാപ്പ് KSP 90 കോടിയാണ് ഇപ്പം ബഡ്ജറ്റിൽ വെച്ചേക്കുന്നത്. ഏതാണ്ട് 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 5 ഇരട്ടി വേണ്ടി വരും. 25 ലക്ഷമായി ഉയർത്തുകയും അത് സാർവത്രികമായി 1 കോടി വരുന്ന കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും മാറ്റിവെച്ചാൽ ഏതാണ്ട് അപ്പോൾ 5 ഇരട്ടിയൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് 4000 കോടി രൂപ അതിനും വേണ്ടി വരും എന്നത് പറയുന്നു. മാത്രമല്ല ഇത് അനാവശ്യ ചികിത്സ ഇത്തരം സംസ്ഥാനങ്ങളിൽ അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അനാവശ്യ ചികിത്സയും മറ്റുള്ള ക്ലെയിമുകളും എല്ലാം കൂടുതൽ വരും. അത് ചികിത്സാ പദ്ധതികളെ പൂർണ്ണമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകിക്കഴിഞ്ഞാൽ 42% വിദ്യാർത്ഥിനികളുടെ എണ്ണം. അത് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഏതൊക്കെ കോളേജിൽ ഏത് കോളേജ് വരെ 2 ലക്ഷവും 25 ലക്ഷവും കോടികളും ക്യാപിറ്റേഷൻ നൽകുന്ന കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നൽകുമോ, ആർക്കൊക്കെ ആയിരിക്കും നൽകുക എന്നുള്ളതിലൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാലും അതും എത്രയേറെ കോടികൾ വരും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സംരംഭകർക്കുള്ള പദ്ധതി അത് നേരെ പലിശ നമ്മൾ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അത് ആർക്കൊക്കെ എല്ലാവർക്കും കിട്ടുമോ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പലിശ നൽകിയാലും അതല്ലെങ്കിൽ അതിൻ്റെ പലിശ അല്ലാതെ മുതൽ മുടക്ക് മുടങ്ങിയാലും സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടിൻജന്റ് ഫണ്ടിലേക്ക് ആ ഫണ്ട് വരും. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾ റബ്ബറിന് 300 രൂപയാക്കുന്നു. ഇതിനെല്ലാമുള്ള വരുമാനം എവിടെ? ഞാനതാ നേരത്തെ ചോദിച്ചത്. നിങ്ങളുടെ വരുമാനവും കൂടി നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊരു സാധാരണ ധാരണ ഇപ്പോൾ എക്കണോമിക്സിൽ PhD ഒക്കെ കിട്ടിയിട്ടുള്ള ജിൻഡോ ജോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴുള്ളവർക്ക് അത് മനസ്സിലായേനെ. ഞങ്ങൾക്കത് പറഞ്ഞ് ഞങ്ങളുടെ അണികളെയും പറഞ്ഞു നിർത്താമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ സമരം ചെയ്തത് സാർവത്രികമായി KSRTC നടക്കുന്നതിനല്ല, നിങ്ങൾ തെറ്റായ രീതിയിൽ 15-ാം തീയതി ഇവിടെ വനിതകൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് യാത്ര നൽകുമെന്ന് പറഞ്ഞതിനാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ സാർവത്രികമായി യാത്ര നൽകുമെന്നോ അല്ലെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് മാത്രമാക്കണമെന്നുള്ളതല്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഈ പറയുന്ന വരുമാനം, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഒരൊറ്റ കാര്യം കൂടി, കേരളത്തിൽ വരുമാന വർധനവിന് നിങ്ങളുടെ പദ്ധതികൾ എന്താണ്? അത് ഒരു വൈറ്റ് പേപ്പർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതൊന്നും നാടകീയമായി നടക്കാൻ സാധ്യതയില്ല എന്ന് പറയാനാണോ നിങ്ങളുടെ പ്ലാൻ? അതല്ല, മറിച്ച് ഈ ഇപ്പം നിങ്ങൾ ഗുജറാത്തിലേക്ക് പോകണ്ട, ഒറീസയിൽ നോക്കൂ. അവിടെ 60% വരെ തനത് വരുമാനം വരുത്തിയിട്ട് പോലും അവർ ഇത്തരം കാര്യങ്ങൾ നടക്കാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെയല്ലേ നിങ്ങൾ വിജയം വരിക്കേണ്ടത്? നിങ്ങൾ ഒരു സാധാരണ എക്കണോമിക്സിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, ഒരു വ്യക്തി അയാൾക്ക് ഒരു ദിവസം ഒരു ചുട്ട ചാള കൊടുക്കുകയാണോ അവനൊരു ചൂണ്ട കൊടുക്കുകയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ചൂണ്ട കൊടുക്കുകയാണോ അവന് ലോങ് ടൈമിലേക്ക് നല്ലത്. കാരണം ഈ സംസ്ഥാനത്തെ സർക്കാരുകൾ നൽകുന്ന കിറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പെൻഷനുകളും പദ്ധതികളും എല്ലാം
സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വലിയ ഒരു ദാനമാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും വോട്ടർമാരുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത്, കിറ്റ് മേടിച്ച് നക്കിയിട്ടിട്ട് വല്ലവനും വോട്ട് ചെയ്തു എന്ന ഒരു ഭാഷ പറഞ്ഞ ഒരു മുൻ മന്ത്രിയും രാഷ്ട്രീയ നേതാവും എൻ്റെ ബഹുമാനപ്പെട്ട ഈ പാനലിസ്റ്റിൻ്റെ നേതാവായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാതെ സാധാരണ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് അവരെ എത്തിക്കുവാനായിട്ടുള്ള സാമ്പത്തിക പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ഒന്ന് ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ അരുൺകുമാർ എനിക്ക് വി ഡി സതീശന്റെ പ്രസംഗത്തിന്റെ വീഡിയോ അയച്ചിട്ടുണ്ട്, ഞാനത് കേൾക്കായിരുന്നു. ഇപ്പോൾ 21,000 എന്ന് പറയുന്നില്ല, പക്ഷേ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തലായിരിക്കും എന്നുള്ളത്. 21,000 എന്ന് സ്പെസിഫിക്കായി പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ ആകെ ആവശ്യം എന്ന് പറയുന്നത് ദിവസക്കൂലി 700-ന് തുല്യമായ തുക അവർക്ക് മാസവേതനമായി കിട്ടണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ കുറേ മെറിറ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കേരളത്തിൻ്റെ വരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് വിവിധ ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും ഒക്കെ കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരുമാന സമാഹരണം ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ധനമന്ത്രി കൂടിയാണ്, ധനം കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി എന്ന അപൂർവത വി ഡി സതീശനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കാനുള്ള സമയമാണിത്. അപ്പോൾ ആ ചലഞ്ച് ആ നിലയ്ക്ക് ഏറ്റെടുക്കുമോ, അതോ ധവളപത്രം പുറപ്പെടുവിച്ച് ഖജനാവ് കാലിയാണ്, ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമോ? ഇതാണ് കേരളത്തിന് മുമ്പിലുള്ള ചോദ്യം. ഈ അഭിലാഷേ, ഈ അരുൺകുമാർ അയച്ചു തന്ന വീഡിയോ അരുൺകുമാർ അത് തന്നെ അയക്കുമെന്ന് കൃത്യമായൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പ്രഖ്യാപിച്ചത് എന്താ? ആദ്യത്തെ ക്യാബിനറ്റിൽ UDF പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ ആദ്യത്തെ തീരുമാനം ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തുന്നതാണ്. അക്ഷരം പ്രതി ഇന്ന് ചെയ്തില്ലേ? ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തിയില്ലേ? 21,000 ആക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അന്ന്. 21,000 അവരുടെ ആവശ്യം. 21,000 എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കാഴ്ചപ്പാടും. പക്ഷേ വി ഡി സതീശൻ അന്ന് പറഞ്ഞ പ്രസംഗം അക്ഷരം പ്രതി ഇന്ന് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിലൊരു സംശയവും വേണ്ടല്ലോ. വാക്കുകൾക്കും വരികൾക്കും ഇടയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അരുൺകുമാറിന് മനസ്സിലാകും. ഈ പകുതി മാത്രം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. ഇനി ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയെ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വിളിക്കുന്നതിൽ, അല്ലെങ്കിൽ BJPയുടെ ഉയർന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഒരു വലിയ കുറ്റമാണെങ്കിൽ, നിർമ്മല സീതാരാമനെ കണ്ടിട്ട് KV തോമസിന് പുട്ടും കടലയും കൊടുത്ത് 6 ഏക്കറിന്റെ മധ്യസ്ഥയിൽ പിണറായി വിജയൻ നടത്തിയ ആ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കേരളത്തോട് വിളിച്ചു പറയാൻ അരുൺകുമാറിന് പറ്റുമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒളിച്ചും പാത്തും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു. അതിൽ കള്ളക്കണക്ക് പറയില്ല, കിട്ടാനുള്ള കണക്ക് പറഞ്ഞ് അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നു. അതിനെന്താ ഈ രാജ്യത്തിന്റെ മന്ത്രിമാരോട്, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഊരുവിലക്കൊന്നുമില്ലല്ലോ. അത് പരസ്യമായി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? രഹസ്യമായിട്ട് അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും രഹസ്യം പങ്കിടുകയും പുട്ടും കടലയും കൊടുക്കുന്നതൊക്കെയാണ് സംശയം ഉണ്ടാക്കുക. അതിന് ഉത്തരം കിട്ടാത്ത കാലത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാലിശമാണ്. ഇനി എനിക്ക് BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉപയോഗിക്കുമെന്നുള്ളതാണ് താങ്കളുടെ ആശങ്ക. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അനാവശ്യമായിരിക്കാം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സ ആവശ്യങ്ങൾ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചികിത്സ ഒരു അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ട് തോന്നാം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു രോഗം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാൽ ആ ഒരു മാസത്തെ എല്ലാ ജീവിതക്രമങ്ങളും താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങളില്ലാത്ത, നേരനുഭവങ്ങളില്ലാതെ അനാവശ്യ ചികിത്സ ഉണ്ടാകുമെന്ന് പറയരുത്. ഒരു പാവപ്പെട്ടവരും അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആശുപത്രി പോയി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രി പോയി റൂമിൽ കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കിടക്കുന്ന സമയം കൊണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് അരിക്കുള്ള കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ടവർ നടക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അനാവശ്യ ചികിത്സയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് ഒരു തരമുള്ള ഈ അതെന്താ പറയുക, ഈ മേൽത്തട്ടിൽ വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള ആരോപണങ്ങളാണ്. ഇനി രണ്ടാമത്, ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുമെന്നുള്ളതാണ് താങ്കളുടെ സംശയം. അത് ഞങ്ങൾ ധനകാര്യമന്ത്രിയും ധനവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ച് വേണ്ടത്ര സമയമെടുത്ത് കൃത്യമായിട്ട് അത് നടപ്പാക്കിക്കോളാം. എനിക്ക് അതിനു മുമ്പ് താങ്കളോട് ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2 LPG സിലിണ്ടർ ഫ്രീ ആയി കൊടുക്കുമെന്ന്. 1 ഓണത്തിനും 2 ക്രിസ്മസിനും. അതുപോലെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്
2500 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് നിങ്ങളന്ന് പറഞ്ഞിരുന്നത്. വെൽഫെയർ ഫംഗ്ഷൻ 3000 രൂപയായിട്ട് കൂട്ടുമെന്ന് ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഫ്രീ ബീസ് എന്തോ മഹത്തായ പലഹാരവും, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനവും തെറ്റായ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ? ഇതാ നിതിൻ ഗഡ്കരിയുടെ വർത്താനം പോലെയുള്ള പരിപാടിയായി പോയി. ഇനി അടുത്തത്, മെയ് 15-ന് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞത് ശിവശങ്കറിനെ തെളിയിക്കാൻ പറ്റുമോ? മന്ത്രിസഭ അധികാരമേൽക്കാതെ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാതെ, ഒരു സർക്കാർ സംവിധാനം വരാതെ എങ്ങനെയാണ് KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത്? ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാകും. അത് മനസ്സിലാകാത്ത ആളുകൾ സമരം ചെയ്തു. എന്നിട്ട് പറയാം ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന്. ഞങ്ങൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ അത് മെയ് 15-ന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം, തെളിവ് പറയാം. ഇനി താങ്കൾ പറഞ്ഞ പോലെ ചാള കൊടുക്കാതെ ചൂണ്ട കൊടുക്കണമെന്ന്. ചാളയ്ക്ക് പോലും ഗതിയില്ലാതെ ചൂണ്ട പിടിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോൾ ചാള ചുട്ട് കൊടുക്കേണ്ടി വരും. അവർക്ക് ആദ്യം ചൂണ്ട പിടിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഫ്രീ ബീസ് കൊടുക്കുന്നത്. ശതകോടീശ്വരന്മാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മറ്റേ ലോണുകൾ എഴുതിത്തള്ളി സൗകര്യം ചെയ്തു കൊടുക്കുന്ന BJP സർക്കാരിന് ഈ പാവപ്പെട്ടവന് ചാള കൊടുക്കുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകില്ല. അതിന് PhD ഒന്നും വേണ്ട. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രളയം വരുമ്പോൾ കൊടുക്കുന്ന അരിയുടെ പണം വാങ്ങുന്ന ആളുകൾക്ക് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. എല്ലാവർക്കും ചൂണ്ട പിടിക്കാൻ ശേഷിയാകുമ്പോൾ കൊടുക്കാൻ സാറേ ചൂണ്ട. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഗതിയും പരഗതി ഇല്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് മറ്റേ യാത്രാ സൗകര്യം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവരൊരു ശേഷിയിലേക്കും സമൂഹത്തിന്റെ എല്ലാവരുടെ ഒപ്പത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന സമയത്ത് അവരുടെ കൺസെഷൻസ് നമുക്ക് കുറയ്ക്കാം, ഫ്രീ ബീസ് കുറയ്ക്കാം. അന്നേരം അവർക്ക് ചൂണ്ട കൊടുക്കാം. ഇനി ചൂണ്ടയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, തൊഴിലിനെ കുറിച്ചായിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. നിങ്ങൾ കോവിഡിന്റെ കാലത്ത് കുറെ 20,000 കോടിയുടെ 22,000 കോടിയുടെ ഒക്കെ പാക്കേജ് പ്രഖ്യാപിച്ചല്ലോ. 20,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ച് വായിച്ചു തീർന്നപ്പോ 22,000 കോടിയായ പാക്കേജുകൾ എവിടെ വരെ ആയി? ആർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇനി ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണെങ്കിൽ ഞങ്ങൾ ധവളപത്രം ഇറക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു എക്സ്റേ എന്നുള്ള രീതിയിലാണ്, ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ്. അത് മുന്നിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും, ജനക്ഷേമ പദ്ധതികളും നടപ്പാക്കും. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തുടരും. വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്. മുണ്ട് മുറുക്കി കൊടുത്തോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് കിയ കാർണിവൽ വാങ്ങാൻ വേണ്ടിയിട്ട് 1,10,00,000 രൂപ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പോലത്തെ ഉള്ള ആ തോന്നിവാസമൊന്നും ഞങ്ങൾ നടത്തില്ല. ഓക്കെ എന്തായാലും 1-2 മെസ്സേജുകൾ ഇപ്പോൾ ഈ താങ്കൾ ഈ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു മെഡിസെപ് പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിക്കണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട്. അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. മെഡിസെപ് പദ്ധതിയിൽ ക്ലെയിം കിട്ടുന്നില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർ പ്രീമിയം അടയ്ക്കുന്നുണ്ട്, പക്ഷേ ക്ലെയിം കിട്ടുന്നില്ല, ആശുപത്രികൾ അത് നിഷേധിക്കുകയാണ് എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. അത് പുതിയ സർക്കാർ പരിഹരിക്കണം എന്ന് പറയും. അതുപോലെ ഒരു റിട്ടയർഡ് പോലീസുകാരനെ എനിക്ക് അയച്ചൊരു മെസ്സേജിൽ അതിന് പ്രസക്തിയുണ്ട്. സതീഷ് ചന്ദ്രൻ നായർ, ലേഡി ഗസറ്റഡ് ഓഫീസർമാരടക്കം 1,00,000 രൂപ സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ, ഗസറ്റഡ് ഓഫീസർമാർ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയ ഉയർന്ന വരുമാനമുള്ള വനിതകൾക്ക് എന്തിനാണ് സൗജന്യം കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും പോൾ പ്രോമിസ് ആണ്. എങ്ങനെ ഡെലിവർ ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന്റെ, UDFന്റെ, സർക്കാരിന്റെ ഒക്കെ ചോയ്സ് ആണ്, ഉത്തരവാദിത്വമാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ മെയ് 15 മുതൽ എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. ഒരുപക്ഷെ അദ്ദേഹം മെയ് 15 ഒരു സർക്കാർ വരുമെന്ന ഒരു വിശ്വാസത്തിൽ പറഞ്ഞതായിരിക്കും. കാരണം അതിനു മുമ്പ് മെയ് 4 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നാൽ മെയ് 6 സർക്കാർ വരുമെന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കാം. അങ്ങനെ അതെടുക്കാണ്. ശരൺകുമാർ, ഇവിടെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കുറെ അധികം ചാലഞ്ചസ് ഉണ്ട്. അവർ 10 കൊല്ലം പ്രതിപക്ഷത്തായിരുന്നു. പ്രതിപക്ഷം ഇരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കണം എന്ന് മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നുണ്ട്. പുനരന്വേഷണം എന്ന കാര്യം നടക്കാൻ പോവുകയാണ്. SIT അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് അവർക്കെതിരായി നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുതിരുത്താനുള്ള കാര്യങ്ങൾ അവർ സ്വാഭാവികമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. അഭിലാഷേ, ഒരു കാര്യം ഈ ചർച്ചയോടെ വ്യക്തമായി. ഇപ്പോൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ 21,000 രൂപ ആശാ വർക്കേഴ്സിന് പറഞ്ഞു എന്നിരുന്നാലും 21,000 രൂപ ഇല്ലാതെ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞ് മാസങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിൽ പോയി ശ്രീ VD സതീശൻ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്നേ പറഞ്ഞുള്ളൂ, 21,000 എന്ന് പറഞ്ഞില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. ഏതായാലും കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഈ ചർച്ച കേൾക്കുന്ന ആശാ വർക്കേഴ്സെങ്കിലും ഒന്ന് കേൾക്കട്ടെ. കാരണം അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും.
2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. അപ്പൊ ആ സമരത്തിൽ പോയി അഭിവാദ്യം ചെയ്തിട്ട് 21 ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച് 3000 രൂപ അവിടെ നിൽക്കട്ടെ. ഇതേ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, മെയ് 15 ആരും പറഞ്ഞില്ല. ഞാൻ ആ വീഡിയോ പങ്കക്ക് അയച്ചിട്ടുണ്ട്. KC വേണുഗോപാലായ പറഞ്ഞേ മെയ് 15 ഓഡിയോയിൽ എന്താ പറയുന്നത്? ആദ്യത്തെ തീരുമാനം ആശാ വർക്കർമാർ എന്നതല്ലേ? ഇവര് ചെവി സമയം അല്ലല്ല താങ്കളെ പറഞ്ഞപ്പോഴൊക്കെ കേട്ടു. ഈ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി, ഈ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. വളരെ മാന്യമായി ഈ ചർച്ച ആ വീഡിയോ കാണിക്കട്ടെ, ആ വീഡിയോ മാതൃഭൂമി ആ വീഡിയോ കാണിക്കട്ടെ. അതല്ലേ മാതൃഭൂമിക്ക് ആ വീഡിയോ അയച്ചു കൊടുത്തത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനും നുണയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്നും കഴിയും എന്നുള്ള വിശ്വാസമൊന്നും നിങ്ങൾക്ക് വേണ്ട. ആ യഥാർത്ഥ സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയപ്പെടുന്ന സാഹചര്യം വരും. അതിനുവേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുക. അപ്പൊ ഒറ്റ മിനിറ്റ് ഇല്ലെന്നേ, അതെന്താ പിന്നെ ബുദ്ധിമുട്ട്. അപ്പോ ഓരോ കാര്യത്തിനും നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സൂളും അതുപോലെ വാട്സപ്പ് ക്യാപ്സൂളും ഒക്കെ വന്നോട്ടെ. ഞങ്ങൾ ഇപ്പൊ അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞേ. മന്ത്രിസഭ വന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും, കുറച്ച് എത്ര വേണമെങ്കിലും സമയം എടുത്തോ. പക്ഷെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഞങ്ങൾ മോടി പിടിപ്പിക്കുമ്പോൾ അത് വീട് മോടി പിടിപ്പിക്കലല്ല, അത് അറ്റകുറ്റപ്പണിയാ. എത്ര കോടികളും ലക്ഷങ്ങളും മുടക്കിക്കോ, ഞങ്ങളുടെ വീട് അങ്ങ് അറ്റകുറ്റപ്പണി, അത് അറ്റകുറ്റപ്പണി, മോടി പിടിപ്പിക്കലല്ല. ചില വാക്കുകളുടെ പ്രയോഗം, ചില വാക്കുകളുടെ ഉപയോഗത്തിൽ വരുന്ന മാറ്റം കൃത്യമായി സൂക്ഷ്മമായി ഞങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ജനങ്ങളത് കാണട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ ഡീസൽ വില ഒന്ന് പഠിക്കട്ടെ. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്ന ആൾക്കത് പഠിക്കണം. നമ്മൾ നേരത്തെ കണ്ടതാണ്. താങ്ങുവില റബ്ബറിന്റെ കൂട്ടിയപ്പോ 170, 180 ആക്കിയപ്പോ പറഞ്ഞ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കണ്ടതാ. പക്ഷെ അതൊന്നും വെച്ച് ഞങ്ങൾ ആരെയും അളക്കുന്നില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണ്, ഭരിക്കട്ടെ, പരമാവധി പോട്ടെ. അപ്പോ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 18 സംസ്ഥാനങ്ങളുടെ കടങ്ങളുടെ പട്ടിക വന്നപ്പോ ആദ്യത്തെ 17 കേരളമില്ല. ആളോഹരി വരുമാനം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഓരോ ജനതയുടെ ആളോഹരി വരുമാനത്തിലുണ്ടായ വർധനവ്, മറ്റ് സംസ്ഥാനങ്ങളുടെ കടത്തിലുണ്ടായിട്ടുള്ള വർധനവ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ, ട്രഷറി പൂട്ടും, സപ്ലൈകോ പൂട്ടും, പെൻഷൻ മുടങ്ങും, പോകുമ്പോൾ 1 രൂപ പെൻഷൻ കുടിശ്ശികയില്ല, 4000 കോടി രൂപ ഖജനാവിൽ ഉണ്ട് എന്ന് അന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു, പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അതിനുശേഷവും പണം വന്നു. ഇപ്പൊ 6000 കോടിയിലധികം രൂപ ഖജനാവിൽ കിടക്കുക. പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവ് എന്നൊക്കെ പറയുമ്പോഴും ആ പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്നാണ് എല്ലാ സർക്കാർ ജീവനക്കാരും കൃത്യമായി ശമ്പളം മേടിച്ചത്, എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വാങ്ങിച്ചത്, എല്ലാ DA കുടിശ്ശികയും മേടിച്ചത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയ കുറെ പ്രതീതിയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ചില വ്യാജ നിർമ്മിതിയുണ്ട്, അതിന് ചില പ്രാധാന്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ സോഷ്യൽ മീഡിയ വെച്ച് നടത്തിയ നുണപ്രചരണം. പക്ഷെ ഇതൊക്കെ പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് അവസാനിപ്പിച്ച് പോകല്ലോ. ഇതൊക്കെ കേരളത്തിൽ വരും ദിവസങ്ങളിൽ കാണട്ടെ. ഞങ്ങൾ കൃത്യമായി ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ഉത്തരവാദിത്വബോധത്തോടെ ഞങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നാ പറഞ്ഞ്. അതുകൊണ്ട് അഭിലാഷ് മോഹൻ കൃത്യമായി ഒന്നുകൂടി കേൾക്കുക. ഞങ്ങൾ 2021 UDF കാണിച്ചതുപോലെയല്ല ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഞങ്ങൾ കാണിച്ചത്. അന്നും പോയി ക്ഷണിച്ചു. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? പുട്ടും കടലയും കഴിച്ചില്ലേ നിങ്ങൾ? എന്നാ ഏത് നമ്മുടെ മരപ്പട്ടിയുടെ ജനാധിപത്യ ബോധം, ഇതൊക്കെ കുറെ നാളായിട്ട് എടുക്കുന്ന ക്യാപ്സൂളാ. നിങ്ങളൊരു ഭരണകക്ഷിയുടെ ആളല്ലേ, ഇനിയെങ്കിലും ആ പഴയ ക്യാപ്സൂൾ ഒന്ന് അടച്ചു വെക്കേ. കൊച്ചു കുട്ടികളൊക്കെ കേൾക്കുമ്പോൾ ആ കൊള്ളാം, ആവേശം എന്ന് തോന്നി കൈയടിക്കും. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള പല അപകീർത്തി നിർമ്മാണവും നടത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തോടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരെ പോയി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? എല്ലാ പ്രവർത്തനങ്ങളും, വികസനം, ക്ഷേമം, ഈ ഗവൺമെന്റിന്റെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിൽ സഹകരിക്കുമെന്ന് പറയുന്നത് ആത്മാർത്ഥതയോടെ തന്നെയാണ് പറയുന്നത്. പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടി ഹൈക്കോടതി കയറി ഇറങ്ങി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം, ഈ സംസ്ഥാനത്തിന്റെ താല്പര്യം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ശ്രീ MN കാരശ്ശേരി. ഇവിടുത്തെ ഒരു അപൂർവത എന്ന് പറയുന്നത് ധനമന്ത്രിയായി മുഖ്യമന്ത്രി തന്നെയാണ് ചുമതല നിർവഹിക്കുക. ധനവകുപ്പ് എന്ന വളരെ പ്രധാനപ്പെട്ട വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുമ്പോൾ VD സതീശൻ പ്രതിപക്ഷത്തിരുന്ന് ഭരണപക്ഷത്തെ വിമർശിക്കുക മാത്രമല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ധനാഗമ മാർഗങ്ങൾ, ധനം ചെലവഴിക്കുന്ന മാർഗങ്ങൾ, ഇവയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില അഭിമുഖങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു അവസരം, ഒരു റിസ്ക് ആണ്, ഒരു ചലഞ്ചാണ് ധനവകുപ്പ് ഏറ്റെടുക്കുക എന്നുള്ളത്. താങ്കൾ കാണുന്നത് VD സതീശന് മുമ്പിലുള്ള ഇനിയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്? അഭിലാഷ്, മാതൃഭൂമിയുടെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് മുഖ്യം, ആരാണ് മുഖ്യൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമഗ്രമായി കണ്ടുകൊണ്ടാണ് 50 മിനിറ്റ് നേരമുള്ള ആ പ്രസംഗം അദ്ദേഹം നടത്തിയത്. എനിക്ക് അന്ന് അത് കേട്ടിരുന്നപ്പോൾ വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നി. കാരണം ഇത്രയും സമഗ്രമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന്. സാഹചര്യവശാൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വന്നു. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരൊക്കെ പറഞ്ഞു കേട്ടേ ശരിയാണെങ്കിൽ എല്ലാത്തിനും വേണ്ടത് പണമാണല്ലോ. ഇപ്പോൾ നമ്മൾ സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞു, അല്ലെ ആശാപ്രവർത്തകരുടെ കൂലി വർധന എന്ന് പറഞ്ഞു, അതിനൊക്കെ പണം വേണമല്ലോ. അപ്പോൾ പണം കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തം താൻ തന്നെ ഏറ്റെടുക്കുന്നു എന്ന ഒരു സൂചനയാണ് മുഖ്യമന്ത്രി ധനകാര്യം ഏറ്റെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് തീർച്ചയായിട്ടും വളരെ നന്നായി. കാരണം വേറെ ഒരാളെ അവരുടെ തോളിൽ അത് ചാരി വെക്കാതെ താൻ തന്നെ അത് ഏറ്റെടുക്കുക എന്ന് വച്ചല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഒരുപടി കാര്യങ്ങളുണ്ട്. എനിക്കുള്ള പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യമല്ല, മാർഗമാണ്. മാർഗം ലക്ഷ്യമായി നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നീതിയാണ്. ആ സാമൂഹ്യ നീതി ഉറപ്പാക്കാതെ ഈ തരത്തിൽ വികസനം എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ വികസനം ഉണ്ടായിട്ടില്ലേ? അവർ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ തിരുവിതാംകൂറിൽ സർ സിപ്പിയുടെ കാലത്ത് വികസനം ഉണ്ടായിട്ടില്ലേ? അദ്ദേഹമല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, വിദ്യാഭ്യാസ രംഗത്തെ വികസനം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയത് അവിടെയാണ്, യൂണിവേഴ്സിറ്റി തുടങ്ങിയത് അദ്ദേഹമാണ്. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് വികസനം ഉണ്ടായല്ലോ, നമ്മൾ അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ വികസനമല്ല ലക്ഷ്യം. വികസനം ഇപ്പോൾ ഹിറ്റ്ലറും മുസോളിനി സ്റ്റാലിനും ഒക്കെ പറഞ്ഞത് വികസനമാണ്. എല്ലാ ഏകാധിപതികളും പറയാറുള്ളത് വികസനമാണ്. സാമൂഹ്യ നീതി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അനവധി കേസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വാളയാറിലെ അമ്മയ്ക്ക് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ അനവധി കേസുകൾ. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുടെ കാര്യം, അതിൻ്റെ പാട്ടാണല്ലോ ഇവരുടെ UDFൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധമായിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടു കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രതികൾ മുഴുവൻ 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വാഭാവിക സമ്പ്രദായത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. അത്തരം അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇവർ പറഞ്ഞത്, കോൺഗ്രസ്സുകാരും ബാക്കിയുള്ള UDFകാരും പറഞ്ഞത് നമുക്ക് ഓർമ്മയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നവമാധ്യമങ്ങളുടെ ഒരു ഗുണം അതാണ്, എല്ലാം നമുക്ക് രേഖയായിട്ടുണ്ട്. അത്തരം അനവധി വെല്ലുവിളികളുണ്ട്. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നു എന്നുള്ള തീർച്ചയായിട്ടും എല്ലാവരും എല്ലാം ഓർത്തു വെച്ചു. പബ്ലിക് മെമ്മറി ഷോർട്ട് എന്ന് പണ്ട് പറയും. ഇനി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല, വളരെ വളരെ കൃത്യമാണത്. ഞാൻ ഒരു ഇടവേള എടുക്കുകയാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ PR ശിവശങ്കർ, ഈ മന്ത്രിസഭ എടുത്താൽ തന്നെ ഒരു മിക്സ് ഉണ്ട്. അതിൽ തന്നെ ആദ്യമായി മന്ത്രിയാവുന്ന നിരവധി പേരുണ്ട്, യുവാക്കളുടെ ഒരു നിരയുണ്ട്. അങ്ങനെ സാധാരണ നിലയ്ക്ക് നമുക്ക് ആ മന്ത്രിസഭയ്ക്ക് പെർഫോം ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിനുശേഷം അവർ ശരിയായ പാതയിലാണോ അതോ വ്യതിചലിക്കുകയാണോ എന്നൊക്കെ മനസ്സിലാവുമല്ലോ. ആ ഒരു സമയത്തിൻ്റെ ആനുകൂല്യം, പെർഫോം ചെയ്യാനുള്ളൊരു ടൈം അവർക്ക് കൊടുത്തൂടെ? തീർച്ചയായിട്ടും ഞാനതിന് പൂർണ്ണമായും അനുകൂലമാണ്. അത്തരത്തിലുള്ള പെർഫോം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. പ്രത്യേകിച്ച് പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും കാര്യങ്ങൾ പഠിക്കുവാനും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാനതിൻ്റെ വഴി, അല്ലെങ്കിൽ അത് വളരെ ഗഹനമായി പഠിച്ച് UDF മുന്നോട്ട് വെച്ച അവരുടെ പ്രകടന പത്രികയിലെ പല കാര്യങ്ങളും ഇത്തരം ഇന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ അതിനെ മറയ്ക്കുവാനോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പറയുവാനോ തെറ്റായ സാമ്പത്തിക കണക്കുകൾ വെച്ച് മാധ്യമങ്ങളിലൂടെയെങ്കിലും, പ്രത്യേകിച്ച് മാതൃഭൂമി ചാനലിലൂടെയൊക്കെ ശ്രമിക്കുന്നത് അത് ശരിയായ ഏർപ്പാടല്ല. ഇപ്പം നോക്കൂ, അരുണും ഇദ്ദേഹവും പറഞ്ഞ 2 തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് 4-5 തെറ്റുകൾ വേറെ ഞാനത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോളാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജിൻഡോ പറഞ്ഞത് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ കണക്കാണെന്ന് എനിക്കറിയില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 2013-14 അത് 7.67% ആണ്. ഇപ്പോൾ അത് 5.2% ആണ്. കഴിഞ്ഞ വർഷം അത് 3.2% ആയിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ പോലും 6.5% ആയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം RBIയുടെയും അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെയും കണക്കുകളാണ്. അത് അവരുടെ പാർലമെൻറ്റിൽ ഇവരുടെ വലിയ സിംഹങ്ങൾ ഇരുന്നൊന്നും ഈ കാര്യങ്ങൾ എതിർത്ത് പറഞ്ഞിരുന്നില്ല എന്നുകൂടി പറഞ്ഞാൽ ജിൻഡോൻ എവിടെ നിന്നാണ് ഈ കണക്കുകൾ
കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പറയുകയും താങ്കളെപ്പോലുള്ള മഹാന്മാരായ ഈ പറയുന്ന അവതാരകർ അതിന് മൗനം കൊണ്ട് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കണക്ക് ജനങ്ങൾ തെറ്റായി ധരിക്കും. രണ്ട്, ഞാൻ അരുണിനെയും വിടാൻ ആഗ്രഹിക്കുന്നില്ല. കപിൽ സിബൽ നേരത്തെ പറഞ്ഞ കേസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് മൂന്നാമത്തെ ദിവസം ആ കേസിൻ്റെ ആ പേപ്പറും പിൻവലിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് പോയത് കേരളത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിച്ചപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് കേന്ദ്രം അത് പറഞ്ഞതെന്നും എന്തുകൊണ്ട് മാറ്റിവെച്ചു ഇത്തരം തെറ്റായ കണക്കുകൾ കൊണ്ട് കേസ് പിൻവലിച്ചിട്ടില്ല കേട്ടോ. കപിൽ സിബൽ 3 ദിവസം 74 ലക്ഷം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. നിങ്ങളുടെ സർക്കാർ 74 ലക്ഷം അത് ശരിയാണ്. അതിന്റെ വിധിയും വന്നില്ല. നിങ്ങൾ നടത്തിയ കേസുകൾ എങ്ങും എത്തിയില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് പണവും മേടിച്ചുകൊണ്ട് പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ പൈസ ഇത്തരം തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയാണ് നിങ്ങൾക്ക്. ഞാൻ താങ്കളുടെ കാര്യത്തിൽ പറഞ്ഞില്ലല്ലോ, താങ്കൾ നുണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കേന്ദ്ര സർക്കാർ ഇത്രയും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് അരി നൽകുന്ന സർക്കാരാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് ഇത്തരം കാര്യങ്ങൾ നൽകുന്ന സർക്കാരാണ്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ശിവശങ്കർ, കാരശ്ശേരി മാഷ്, 4 പേർക്ക് നന്ദി. സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. നമുക്ക് ഇനിയും കാണാം. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. വരുന്ന ദിവസങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.